എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഞാൻ നാട്ടിലെത്തിയ വിവരം കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിരുന്നല്ലോ. ആ വരുന്ന ടൈമില് ഞാൻ കുറച്ച് ഐക്യ പ്രൊഡക്ട്സ് വാങ്ങിയിരുന്നു. എന്തൊക്കെയെന്ന് നോക്കിയാലോ. ഈ കാണുന്ന ഐറ്റത്തിനെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇത് വാങ്ങണം എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതങ്ങനെ സാധിച്ചു. പെഗ് ബോർഡും പിന്നെ കുറച്ച് അതിൻ്റെതായ ആക്സസറീസും. ഞാൻ വാങ്ങിയ പെഗ് ബോർഡിന്റെ സൈസ് 56x56 ആണ്. സൈസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് അത് നാട്ടിലെത്തിക്കാൻ കുറച്ച് പാടുപെട്ടിരുന്നു. ഇതിന്റെ ആക്സസറീസ് ഒന്നും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരണല്ലോ, എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇത് അറേഞ്ച് ചെയ്യുന്ന വീഡിയോസ് ഞാൻ പിറകെ തന്നെ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു കണ്ടെയ്നറിലാണ് എനിക്ക് തെറ്റുപറ്റിപ്പോയത്. പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ നോക്കിയിരുന്നില്ല ഇത് വൈറ്റ് ആയിരുന്നോ ബ്ലാക്ക് ആയിരുന്നോ. ഇവിടെ വന്ന് ഓപ്പൺ ചെയ്തപ്പോഴായിരുന്നു ഇത് ബ്ലാക്ക് ആണെന്ന് മനസ്സിലായത്. വൈറ്റ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നല്ലേ. പിന്നെ ഈ തപ്പിക്കളിച്ചോണ്ടിരിക്കുന്ന കാര്യം, എനിക്ക് ആദ്യം ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലായില്ല. ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് ഒരു എത്തിയും പിടിയില്ലായിരുന്നു. പിന്നെ മറ്റേ കണ്ടെയ്നർ എടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. അങ്ങനെ പെഗ് ബോർഡിന്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വാങ്ങിയത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു. ഇനി അടുത്ത ഐറ്റം ഒലീവ് ഗ്രീനിൽ വരുന്ന നല്ലൊരു സ്റ്റോറേജ് കണ്ടെയ്നർ ആണ്. അതിന്റെ കൂടെ തന്നെ വൈറ്റ് കളറിൽ വരുന്ന നല്ലൊരു ഡോട്ടഡ് ആയിട്ടുള്ള കണ്ടെയ്നർ. ഇതൊക്കെ എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരുന്നു കേട്ടോ കിട്ടിയിരുന്നത്. സ്റ്റോറേജ് കണ്ടെയ്നറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക്, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് എടുത്തു. പിന്നെ എടുത്തത് നല്ലൊരു സെന്റഡ് കാൻഡിൽ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് മൊത്തം അവിടെ അങ്ങ് നിറഞ്ഞു നിന്നിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ എടുത്തത് A3 സൈസിൽ വരുന്ന 3 ഫ്രെയിംസ് ആയിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ഞാൻ A4 സൈസിൽ 2 എടുത്തിരുന്നു. ബട്ട് അത് ബില്ലടിക്കുന്ന ടൈം ആകുമ്പോഴേക്കും കാർട്ടിൽ കാണാതെ. കാർട്ടിൽ ഇട്ട് വെച്ചതായിട്ടാണ് എന്റെ ഒരു ഓർമ്മ. ഇനിയിപ്പോ കാർട്ട് മാറിപ്പോയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ പോട്ടെ. ഇനി എടുത്തത് കിച്ചണിലേക്കുള്ള ഒരു യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സ്ട്രെയിനർ ആണ് കേട്ടോ. ഇതിന്റെ മെക്കാനിസം വരുന്നത് ആ മേലെയുള്ള സാധനം വട്ടം തിരിക്കുമ്പോഴാണ്. ഇത്രയൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഐക്യന്ന് പർച്ചേസ് ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും അതിന്റെ കൂടെ സബും. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.